സെൻകുമാർ സാർ, അത്യന്താധുനിക സമൂഹത്തിൽ സ്ത്രീകൾ അബലകളല്ല എന്നൊക്കെ പറയാമെങ്കിലും ഇപ്പോഴും സ്ത്രീയെ അബലയാക്കി അല്ലെങ്കിൽ അടിച്ചമർത്തി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഇവിടെയില്ലേ? ഒരു ആൺമേൽക്കോയ്മ ഇപ്പോഴും നിലനിൽപ്പില്ലേ? അതിൻ്റെ ഭാഗമായിട്ട് കൂടി വേണ്ടേ അനീഷയുടെ ആത്മഹത്യയെ കാണാൻ? ഇപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടുപേർ ഇവിടെ അഭിപ്രായം പറയുകയുണ്ടായി. അതിനുകൂടി ഒന്ന് മറുപടി പറയുകയാണ് നന്നായിരിക്കും. ഇക്കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്ന്. ഒരാൾ ആത്മഹത്യ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് സാധാരണ നിലയിൽ മറ്റൊരു സാഹചര്യം, അവർക്ക് മറ്റൊരു അവസരം, മറ്റൊരു വഴി തുറന്നു കാണുന്നില്ല എന്ന് കാണുമ്പോൾ, എല്ലാ വഴികളും അടഞ്ഞു എന്ന് കാണുന്ന സമയത്താണ് ഒരു ആത്മഹത്യയിലേക്ക് സാധാരണ പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു കേസിൽ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് അങ്ങനെ മറ്റൊരു വഴിയും ഇല്ല എന്ന്. ഇപ്പം കർഷകരുടെ ആത്മഹത്യയുണ്ട്. ഇപ്പം അവർക്ക് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വളരെ 6, 7, 8, 9 മാസങ്ങളായിട്ടൊക്കെ കിട്ടാനുള്ള തുക കിട്ടാതെ അവർക്ക് എടുത്ത കടം കൂടി അവർക്ക് ജപ്തി നോട്ടീസൊക്കെ വന്നിട്ട് ചെയ്യുന്ന ആത്മഹത്യയുണ്ട്. ഒരുപക്ഷെ അതിന് പ്രേരണാകുറ്റത്തിന് തീർച്ചയായിട്ടും അതിന് ഉത്തരവാദികളായവരെ എടുക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത്തരം കേസുകളിൽ പോലും അതിന് ബാധകമായ ആരെയും നമ്മൾ പിടികൂടുന്നില്ല. നമ്മൾ നോക്കിയാലറിയാം, അത്രയും സംഭവങ്ങളിൽ എന്തുകൊണ്ട് പണം കിട്ടിയിട്ട് പോലും, അതായത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണം പോലും കൊടുക്കാനായിട്ട് പറ്റാതെ കർഷകന് 1ഉം 2ഉം തവണത്തെ കൃഷി കഴിഞ്ഞതിന് ശേഷവും അയാളുടെ പണം കടമായിട്ട് ബാങ്കിൽ നിന്ന് എടുക്കുകയും ആ കടത്തിന് ജപ്തി നോട്ടീസ് വരികയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് അതിന് പ്രേരകമായ ആൾക്കാർ ആരാണെന്നും വ്യക്തികൾ ആരാണെന്നും അധികാര കേന്ദ്രങ്ങൾ ആരാണെന്നും നോക്കണ്ടേ? അപ്പം അത്തരം കാര്യങ്ങളിൽ പോലും അത് നടക്കുന്നില്ല. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. പ്രത്യേകിച്ച് ഭർത്താവും മകളും അമ്മയും ഒക്കെ ബാക്കിയുള്ള ഒരു ഉദ്യോഗസ്ഥയായ സ്ത്രീ അവരുടെ ഇത്തരം കാര്യങ്ങളിൽ വന്നിരിക്കുന്ന ചില ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എന്താണെന്ന് പറയുന്നത് മാനസികമായ ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിച്ച് അതിൽ പ്രതിഷേധം കാണിക്കുന്ന, അതായത് അവർ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് അത് അല്ലെങ്കിൽ ശബ്ദസംനയത്തിൽ പറയുന്നതനുസരിച്ച് അങ്ങനെയാണ് പറയുന്നത്. അല്ലെ, എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് ടു ഗോ വിത്ത് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു അദ്ദേഹം പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു കേസ് മാത്രമായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധ്യമല്ല. കാരണം ഇതിനൊരു ജനറൽ എല്ലാ വിഭാഗത്തിലും ഉള്ള ഒരു കേസായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെ കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കാം. പക്ഷെ അങ്ങനെ നമ്മൾക്ക് എടുക്കാൻ സാധിക്കുമോ? ആ രീതിയിൽ ഓരോ വ്യക്തിയും ചെയ്യുന്ന കാര്യത്തിന് സമൂഹത്തിലെ മറ്റുള്ളവർക്ക് നമ്മൾക്ക് അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ സാധിക്കുമോ? അപ്പം അതിലുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവരട്ടെ. ഇപ്പം നമ്മളൊക്കെ ഉള്ള സമയത്തും ബാക്കി എല്ലായിടത്തും ബാക്കി 100 കണക്കിന് സൂയിസൈഡൽ കേസ് നമ്മൾ അന്വേഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊരു വഴി, പ്രത്യേകിച്ചും മറ്റ് യാതൊരു കാര്യങ്ങളുമില്ലാത്ത, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഉദ്യോഗത്തിൻ്റെ കാര്യത്തിൽ മാത്രം പ്രശ്നം ഉണ്ടാകുന്ന ഒരാൾക്ക് ആ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിൽ അതും നിയമപരമായിട്ട് പരിജ്ഞാനമുള്ള ഒരാൾ, നിയമപരിജ്ഞാനം ഇല്ലാത്ത ആളല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തികച്ചും നിർഭാഗ്യകരമായിട്ട് അതുകൊണ്ടാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ പോരാ, അതിന് ഉപരിയായിട്ട് എന്തൊക്കെയോ അവർക്ക് അത്രയും കൂടുതലായിട്ട് മാനസിക പീഡനം ഉണ്ടായിരുന്നിരിക്കണം. അതാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് ഇതിൽ പോകേണ്ടത്. ഇപ്പൊ സ്ത്രീകളുടെ കാര്യത്തിൽ, വിശാഖ കേസിന്റെ കാര്യത്തിലൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഭാഗം ഇതിൽ കാണുന്നതായിട്ട് വന്നിട്ടില്ല. ആ വിശാഖ കേസിന്റെ കാര്യത്തിൽ സ്ത്രീകളുടെ പേരിൽ ജെൻഡർ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ട് അങ്ങനെ ഇത് ഉദ്യോഗപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കൂടെയുള്ള ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ലീവ് എടുക്കാതെ മുങ്ങുന്നു. അതുപോലെ ഇവരുടെ CR പരസ്യമായിട്ട് മോശമായിട്ട് എഴുതി അത് പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപിക്കുന്ന സമയത്ത് എത്ര പേരൊക്കെ പുറത്ത് കേൾക്കാനുണ്ടാവും? കൂടി വന്നാൽ മറ്റേ APP മാത്രമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അല്ലാതെ അത്
മറ്റു ആൾക്കാർ കേൾക്കാൻ സാധ്യതയില്ല. പിന്നെ ഇവർക്ക് ഓവർ വർക്ക് പറയുന്നു. ഈ ഓവർ വർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് IT ഫീൽഡിലൊക്കെ നോക്കിയാൽ ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഇദ്ദേഹമൊക്കെ നമ്മുടെ ഇൻഫോസിസിന്റെ കൃഷ്ണമൂർത്തിയൊക്കെ അദ്ദേഹമൊക്കെ പറഞ്ഞത് ഒരു ആഴ്ചയിൽ 72 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നോ. നാരായണമൂർത്തി, അതെ, സോറി, നാരായണമൂർത്തി. അദ്ദേഹം പറഞ്ഞത് 72 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നാണ്. അപ്പൊ എത്ര സമയം ബാക്കി വരും? ഒരാൾക്ക് ബാക്കിയുള്ള കാര്യം നോക്കുന്നതിന് എത്ര മണിക്കൂർ ബാക്കി വരും? നമ്മൾ ഇതെല്ലാം നോക്കണ്ടേ? അപ്പൊ എല്ലാ ഫീൽഡിലുള്ളവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കണം. അതുകൊണ്ട് എനിക്കിതിൽ പറയാനുള്ളത് തികച്ചും നിർഭാഗ്യകരമായിട്ടൊരു സംഭവമാണ്. പക്ഷേ അവരത് വീട്ടിലെ ഇപ്പൊ സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്, സഹോദരനും അമ്മയും ഭർത്താവും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ആ കാര്യത്തിൽ അവരിൽ നിന്ന് ഒരു ഉപദേശം സ്വീകരിച്ച് തികച്ചും അതല്ലെങ്കിൽ മറ്റൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടെങ്കിലും ഡിസ്കസ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിനെ ഒരു മറ്റൊരു രീതിയിൽ കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പലയിടത്തും ഇപ്പൊ എനിക്ക് തോന്നുന്നു ശ്രീ അനിൽ നമ്പ്യാർ ഇരിക്കുന്ന സ്റ്റുഡിയോയിൽ തന്നെ പലരെയും വഴക്ക് പറയുന്നുണ്ടാകും. അപ്പൊ അനിൽ നമ്പ്യാരുടെ താഴെ ഇപ്പൊ ഒരു ന്യൂസ് തയ്യാറാക്കുന്നു അല്ലെങ്കിൽ പ്രോഗ്രാം തയ്യാറാക്കുന്നു അല്ലെങ്കിൽ ഇന്ന ചെയ്യുന്ന ആൾക്കാരെ വഴക്ക് പറയുന്നുണ്ടാകും. അതിൽ സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാകും. ഈ വഴക്ക് കേൾക്കുന്ന സ്ത്രീ ഉടനെ പോയിട്ട് എന്തെങ്കിലും ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് ഇവരെന്താണ് എത്തിച്ചത് അത് കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിന് ഈ അന്വേഷണം പ്രോപ്പറായിട്ട് പോകണം. ആ പോലീസ് അന്വേഷണം സമഗ്രവും സത്യസന്ധവുമായിരിക്കണം. അങ്ങനെ ഇവർക്ക് എന്തുകൊണ്ട് ഇത്രയെല്ലാം അവസരങ്ങൾ ഭർത്താവ്, സഹോദരൻ, അമ്മ, കുഞ്ഞ് ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച അത്രയും തീക്ഷണമായിട്ടുള്ള അനുഭവം എന്താണെന്ന് കണ്ടെത്തുക. അതാണ് വേണ്ടത്. ഞാൻ ഒറ്റ കാര്യം കൂടി സാറിനോട് ചോദിക്കട്ടെ. സാറിന് പോകണമെന്നറിയാം. ഈ അനീഷയുടേത് പോലുള്ള അതായത് സമാനമായിട്ടുള്ള ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ടാകും, പുരുഷന്മാരുണ്ടാകും. അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ സഹിച്ചും പുറത്തുമൊക്കെ പോകുന്നവരുണ്ട്, പക്ഷേ ചിലർക്ക് അതൊന്നും സാധിക്കില്ല. അപ്പോൾ ഈ സമാനമായ ദുരനുഭവങ്ങൾ നേരിടുന്നവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ? ഒന്ന്, കുടുംബത്തിന്റെ സഹായം പരമാവധി സ്വീകരിക്കുക. കുടുംബത്തിൽ ഇത് പരമാവധി നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. ഇനി അതിനും പുറമെ ആവശ്യമാണെങ്കിൽ കൃത്യമായിട്ടൊരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ച് എനിക്ക് ഇത് ഫേസ് ചെയ്യാനാകുന്നില്ല, എനിക്കിത് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല, ഇങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു അഡ്വൈസ് വാങ്ങിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി. അല്ലാതെ നമ്മൾക്ക് മുകളിൽ നിന്ന് അല്ലെങ്കിൽ താഴെ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും സമീപനം, ഇതൊക്കെ നമ്മൾ അത്ര അധികം കണ്ടു. ആരോ നേരത്തെ പറയുന്നുണ്ടായിരുന്നു സർവീസിൽ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ, അദ്ദേഹമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വളരെയധികം ഇപ്പോൾ നിന്റെയൊക്കെ ജോലി കളയും എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം പറയുന്നത് കേൾക്കുന്നതാണ്. അല്ലാതെ ട്രാൻസ്ഫറുകൾ എത്രയൊക്കെ വരുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അതിൽ വ്യത്യസ്ത രീതിയിലുണ്ടാവും. പക്ഷെ പൊതുവായിട്ടൊന്ന് വേണ്ടത്, ഇത്തരം ഒരു അന്ത്യ തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ടെങ്കിലും കുടുംബത്തിലെ എല്ലാവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുകയും തൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കുകയും ആ വിഷമങ്ങൾക്ക് പ്രതിവിധി ആ കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ഒരാളെ സമീപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ടത്. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ ടി പി സെൻകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. അനൂപ്, ഒരു മെൻ്റൽ ട്രോമയിലൂടെയാണ് സഹോദരി കടന്നുപോയിരുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നേരത്തെ സെൻകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ ഒരു കൂട്ടായ ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഡിസ്കഷൻ അവിടെ നടന്നില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണ്? ഞാൻ ബഹുമാനപ്പെട്ട വളരെ വലിയ പോസ്റ്റിലിരിക്കുന്ന, വലിയ ലെവലിലിരിക്കുന്ന ആൾക്കാരാണ് ഇത് എന്നെനിക്ക് മനസ്സിലായി.
ഞാനാണെങ്കിൽ ഒരു ഡിഫൻസ് ഫീൽഡിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഫാദർ ഒരു സോൾജിയറാണ്, ഞാനൊരു സോൾജിയറാണ്. എൻ്റെ അനിയത്തി വളർന്നു വന്നത് ആ ഒരു എൻവയോൺമെന്റിലാണ്, ആ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അനിയത്തി വളർന്നു വന്നത്. വളരെ ഹാർഡ് വർക്ക് ചെയ്ത്, വളരെ ഉറക്കമൊഴിഞ്ഞ് പഠിച്ച് എക്സാം പാസ്സായി. മെന്റലി സ്ട്രെങ്ത് ഉണ്ടോ എന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു. മെന്റലി സ്ട്രെങ്ത് ഉണ്ടോ എന്നറിയാനായിട്ട് അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള സീനിയർ ഓഫീസേഴ്സിന്റെ മുന്നേ ഇന്റർവ്യൂ പാസ്സായ കക്ഷിയാണ്. എല്ലാവർക്കും അത് പറ്റത്തില്ല, എക്സാം പാസ്സാവും, പക്ഷെ ഇന്റർവ്യൂവിൽ ഫെയിലായി പോകും. എൻ്റെ അനിയത്തി അത്രയും പ്രിപ്പയർ ചെയ്ത് ഇന്റർവ്യൂ പാസ്സായി ഈ ജോലിയിൽ കയറി. 9 വർഷം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ. പല സ്ഥലങ്ങളിലായിട്ട്, കേരളത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അവിടെ എങ്ങും ഇല്ലാത്ത ഈ പ്രശ്നം ഇവിടെ വന്നിട്ട് അവൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അവള് ഇത്രയും ഇമ്പാക്റ്റ് ആയിട്ട് അവളുടെ മനസ്സിലത് എഫക്റ്റ് ആയി. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ അവസ്ഥ എനിക്ക് വന്നത്. ഇതിന് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ ഒരു നേരാമെണ്ണമായ ഒരു അന്വേഷണവും അതിന്റെ ഒരു റിസൾട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഈ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് ഇതിനൊന്നും ഈ എഫേർട്ടിനും ഈ ഒരു വർക്കിനും ഒന്നും ഒരു കഠിനാധ്വാനത്തിനും ഒരു വിലയില്ലാതെ ഒരു വളച്ചൊടിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നി. അധികം ഒന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. എൻ്റെ അനിയത്തിയുടെ കൂടെ ചിലപ്പോഴൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ഒഫീഷ്യലായിട്ടോ കാര്യങ്ങളൊന്നും അവളോട് അധികം സംസാരിക്കാൻ പറ്റില്ല, അതിനുള്ള നോളജും എനിക്കില്ല. അമ്മയിൽ നിന്ന് മാത്രമാണ് ഞാൻ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അമ്മയിൽ നിന്ന് എനിക്ക് ഒരേ ഒരു വേർഡ് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ: വർക്ക് പ്രഷർ. ഈ സ്ഥലത്ത് വന്നിട്ട് മാനസികമായ ഒരു കോർണറിങ്, മാനസികമായ ടോർച്ചറിങ് എൻ്റെ അനിയത്തിക്ക് വളരെ കൂടുതലായിട്ട് ലഭിച്ചു. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അത്. എസ്പെഷ്യലി 2 ഓഫീസേഴ്സാണ്, ഒന്ന് DPP, APP, പിന്നെ കുറച്ച് മറ്റ് സെയിം റാങ്കിലുള്ള ഇവരുടെ ഗ്രൂപ്പ് ചേർന്നിട്ട് എൻ്റെ അനിയത്തിയെ ഒരു കോർണറാക്കി. അവളൊരു സ്ത്രീയാണെന്ന് കൂടി ഓർക്കണം. അവൾക്ക് ഒരു കുട്ടിയുണ്ട്, അവൾക്ക് രോഗിയായ 2 മാതാപിതാക്കളുണ്ട്. ഇതെല്ലാം മാനസികമായി ഇതെല്ലാം സ്ട്രെങ്ത് ഉള്ള ഈ ഒരു എൻ്റെ അനിയത്തി ഈ ഒരു സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ അവരെന്തുമാത്രം അവരെ ടോർച്ചർ ചെയ്തു എന്ന് മനസ്സിലാക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഒരു സ്ത്രീ, ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റെപ്പ് ഒരു സ്ത്രീ എടുക്കുക എന്ന് ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം മാനസികമായ പീഡനമാ എൻ്റെ അനിയത്തി സഹിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് നീതി കൊടുക്കുക. ദയവായി ഇതിനെ വളച്ചൊടിക്കാതെ, ഇതിനെ മറ്റൊരു തരത്തിൽ കൊണ്ടുപോവുകയോ രാഷ്ട്രീയ തരത്തിൽ കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യാതെ ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ശരിയായ ഒരു റിസൾട്ട്, ഇത് ഒരു മാതൃകാപരമായ ഒരു നീതി അനീഷയ്ക്ക് ലഭ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയൊക്കെ എനിക്ക് പറയാൻ സാധ്യതയുള്ളൂ, അറിയത്തുള്ളൂ. എൻ്റെ മനസ്സ് തട്ടി ഞാൻ പറയുകയാണ്. അനിയത്തിയുടെ വിയോഗത്തിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. ഒപ്പം തന്നെ ഇതേപോലുള്ള പോസ്റ്റിലിരിക്കുന്ന മറ്റു സ്ത്രീകൾ എന്തുമാത്രം ഇത് കണ്ടിട്ട്, ഈ ഇൻസിഡന്റ് കണ്ടിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതൊരു മാതൃകയാക്കുക. ഇതേപോലൊരു സംഭവം ഇനിയൊന്ന് റിപ്പീറ്റ് ആവാതിരിക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ഈ ഒരു അന്വേഷണത്തിൽ കൊണ്ടുവരിക എന്ന് മാത്രമേ എനിക്ക് പറയാൻ. യെസ്, അനു, വളരെയധികം നന്ദി. എന്തായാലും താങ്കളുടെ സഹോദരിക്ക് നീതി ലഭിക്കും. നീതി ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല, അന്വേഷണം സ്വതന്ത്രമായിട്ടും അതുപോലെ സുതാര്യമായിട്ടും ആണ് മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പ് വരുത്താനും ഇവരൊക്കെ ഉണ്ട്. അഡ്വക്കേറ്റ് ബോറിസ്, ശരിയല്ലേ? അതെ, എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ അനീഷയുടെ സഹോദരൻ അനൂപ് പങ്കുവച്ച ആശങ്ക ഞങ്ങള് ഇപ്പോൾ വളരെ വ്യക്തമായി പറയുകയാണ്. കൊല്ലം ബാർ അസോസിയേഷനിലെ എല്ലാ അഭിഭാഷകരും, എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മറ്റെല്ലാ അഭിഭാഷകരും സംഘടനകളും ഈ അനീഷയുടെ കുടുംബത്തിന് നീതി കിട്ടാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും, അങ്ങേ അറ്റം വരെയുള്ള ശ്രമങ്ങളും നടത്തും. എനിക്ക് ഇതോടൊപ്പം ഈ സെൻകുമാർ സാർ പറഞ്ഞതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം ഈ എല്ലാ വാതിലും അടയുമ്പോൾ മാത്രമാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള നിഗമനം സത്യത്തിൽ വളരെ ആദരവോടുകൂടി തന്നെ പറയാണ്. കേരളത്തിന്റെ DGP ആയിരുന്ന സെൻകുമാർ സാർ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 2023 ഒക്ടോബറിൽ വന്ന വാർത്തയാണ്.
കേരളത്തിൽ ഒരു വർഷം വർക്ക് പ്രഷർ മൂലം ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം 30. ഇത് ഞാൻ പറയുന്നതോ പത്രക്കാർ പറയുന്നതല്ല, ഈ കേരള സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. അതുപോലെ തന്നെ ഓരോ വർഷവും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് വർക്ക് പ്രഷർ മൂലം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പോകുന്ന പോലീസുകാരുടെ എണ്ണം 100 ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച്. ഇതെല്ലാം എല്ലാ വാതിലും അടഞ്ഞിട്ടാണോ? അപ്പൊ എല്ലാ വാതിലും അടഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നുള്ള നിഗമനമൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ല. പിന്നെ ഈ പറഞ്ഞ അദ്ദേഹം ആത്മഹത്യ 100 കേസുകൾ അന്വേഷിച്ചു എന്ന് പറയുന്നത്. ഈ 100 ആത്മഹത്യകളും ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ എല്ലാ വാതിലും അടഞ്ഞിട്ടാണോ ആത്മഹത്യ ചെയ്യുന്നത്? അപ്പൊ ആത്മാഭിമാന ക്ഷതം ഉണ്ടായാൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ സെൻകുമാർ സാർ കണ്ടിട്ടില്ലേ? അപ്പൊ ഇതൊന്നും അങ്ങനെയുള്ള നിഗമനങ്ങളൊന്നും ഒരിക്കലും ഒരു കേസിൽ പറയരുത്. ഈ കേസിൽ ആത്മാഭിമാന ക്ഷതം ഉണ്ടായിട്ടുണ്ട്. ഇത് ട്രിഗർ ചെയ്തത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എടുത്ത് നിരവധി APPമാരുടെ ഉള്ള ഒരു മീറ്റിംഗിനകത്ത് പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് ആ കുട്ടിയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ അവിടെ ഉണ്ടായിരുന്ന ഒരാളും എണീറ്റ് നിന്നില്ല എന്നുള്ളത് അതിന്റെ വേദന വ്യക്തമായിട്ട് ആ സംഭാഷണത്തിലുണ്ട്. അപ്പോൾ ആത്മാഭിമാന ക്ഷതം ഉണ്ടാവുന്ന ഒരാള് ഇനി വാതിൽ വല്ലതും തുറന്നു കിടപ്പുണ്ടോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ അത് നേരത്തെ രാജേന്ദ്രൻ വക്കീൽ പോലെ പറഞ്ഞതുപോലെ ജനറലൈസ് ചെയ്തല്ല കാര്യങ്ങൾ കാണേണ്ടത്. ഓരോ വിഷയത്തിലും ആത്മഹത്യ ചെയ്യുന്ന ആ വ്യക്തിയുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം അന്വേഷണത്തിലൂടെ വരട്ടെ. എന്തായാലും അനൂപിനും അനീഷയുടെ ഭർത്താവ് അടക്കമുള്ള കുടുംബത്തിനും ഞങ്ങൾ കൊല്ലം ബാർ അസോസിയേഷന്റെ പേരിൽ ഞാൻ ഉറപ്പു നൽകുന്നു, ഞങ്ങൾ നിങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുന്ന രീതിയിൽ ഈ അനീഷയുടെ ഈ മരണത്തിന് കാരണമായ ആളുകളെ കണ്ടെത്തുന്നതിനും അവരെ ശിക്ഷിക്കുന്നതിനും വേണ്ട എല്ലാ നടപടികൾക്കും കൊല്ലത്തെ വക്കീലന്മാർ കൂടെ ഉണ്ടാവും. യെസ് അനൂപ, എന്തായാലും അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതിന് ഈ ഈ കേസ് അന്വേഷണത്തിന്റെ ഈ റിസൾട്ട് ഈ കേരളത്തിന്റെ തന്നെ ഒരു മാതൃകയാവട്ടെ. സീനിയർ ഓഫീസേഴ്സിന് അവർക്ക് എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരു കുട്ടിയും അമ്മയും മാതാപിതാക്കളെയും ഇത്രയും റെസ്പോൺസിബിലിറ്റി തോളിലേറ്റി വരുന്ന ഒരു ഓഫീസർ അവരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവർക്ക് അറിയുമാറാകട്ടെ. ഇതിനൊരു പോസിറ്റീവ് റിസൾട്ട് വരട്ടെ, ഇതൊരു മാതൃകാപരമായ ഒരു റിസൾട്ട് വരട്ടെ. മറ്റുള്ളവർക്ക് ഇതൊരു വാണിംഗ് ആകട്ടെ. ഇങ്ങനെ ഒരു സംഭവം രണ്ടാമത് റിപ്പീറ്റ് ആവാതിരിക്കട്ടെ. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യെസ്, അധികാരത്തിൻ്റെ ഭാഷ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹുങ്ക് കാട്ടുന്നവർക്ക് എന്തായാലും ഒരു പാഠമാവട്ടെ, അങ്ങനെ ആവണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. യെസ്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന DDP അതുപോലെ APP ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനകം തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അത് പറയേണ്ടതായിരുന്നില്ലേ? ഇവരുടെ പേര് പോലും ഇപ്പോൾ പുറത്ത് വരുന്നില്ല. മാധ്യമങ്ങൾ ഇവരെ സമീപിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ ഒഴിഞ്ഞ് മാറുകയാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റ് സംഭവിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കോഡ് ഓഫ് കോണ്ടാക്റ്റിൽ അവർക്ക് പത്രങ്ങളുമായി കാര്യങ്ങൾ പറയാൻ അവകാശമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളൊരു റെസ്ട്രിക്ഷൻസ് അവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും അവരുടെ പക്ഷക്കാരനൊന്നുമല്ല. അവര് ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും ചെയ്യാത്ത ആണ് എന്നുള്ള പക്ഷത്തിലല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ചെയ്തെങ്കിലും അവരിട്ടേച്ചു പോയ ആളുകളെ കുറിച്ച് എന്റെ പ്രിയ സഹോദരി അന്വേഷിക്കണമായിരുന്നു, ആലോചിക്കണമായിരുന്നു. ഞാനില്ലാത്ത കാലത്ത്, ഞാനില്ലാത്തൊരവസരത്തിൽ എന്റെ മകൾ, ഞാനില്ലാത്തൊരവസരത്തിൽ എന്റെ അച്ഛൻ, ഞാനില്ലാത്തൊരവസരത്തിൽ എന്റെ അമ്മ, ഞാനില്ലാത്ത അവസരത്തിൽ എന്റെ ഭർത്താവ് എന്ന ഒരു ആലോചന അവർക്ക് വേണമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഈ പറഞ്ഞ APP ആയാലും അവർക്ക് മേലുള്ള DDP ആയാലും അവരെല്ലാം തെളിഞ്ഞ നീറ്റിൽ പനിനീറിന്റെ പാരമ്യമുള്ളവരാണ് എന്ന അർത്ഥത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അവർക്ക് അവരുടെ ഭാഗത്ത് പൂർണ്ണമായും കുറ്റങ്ങൾ ഉണ്ടാകും, തെറ്റുകൾ ഉണ്ടാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതല്ലാതെ അതൊന്നുമില്ലാതെ ഇതൊക്കെ എഴുതി വെച്ച് മറ്റെന്തെങ്കിലും കാരണത്താൽ ഇവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അഭിഭാഷക. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ അനൂപ് ഇവിടെ പ്രകടിപ്പിച്ച എല്ലാ സെന്റിമെന്റ്സിനോടും 100% യോജിപ്പോടുകൂടിയാണ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒറ്റക്കാര്യം കൂടി അഡ്വക്കേറ്റ് സുരേഷ് ബാബു, കേരളത്തിൽ
ആത്മഹത്യകളുടെ എണ്ണം പെരുകി വരികയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ബോറിസ് ചൂണ്ടിക്കാണിച്ചു, പോലീസുകാർ പലരും ആത്മഹത്യ ചെയ്യുന്നു. അവർക്ക് പ്രത്യേകിച്ച് ഈ നിയമത്തെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടല്ലല്ലോ, പക്ഷേ അവർ ആത്മഹത്യ ചെയ്യുന്നു, വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. പ്രത്യേകിച്ച് കേരളത്തിലാണ് കേട്ടോ. കേരളം നമ്മൾ ഈ 100% സാക്ഷരത ഉണ്ട് എന്ന് അടിക്കടി അവകാശപ്പെടുന്ന ഈ കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? അങ്ങനെ ഒരു സൊസൈറ്റിയെ നമുക്ക് സ്വപ്നം കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പ്രായോഗിക തലത്തിൽ ഇതൊന്നുമില്ലാത്തൊരു സൊസൈറ്റി, ഈ പ്ലൂറൽ വർഗ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സംവിധാനത്തിനും കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. യെസ്, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഞാൻ വീണ്ടും അനീഷയുടെ ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് വരികയാണ്. 2 അന്വേഷണവും സുതാര്യമാവാൻ സാധ്യതയില്ല എന്നൊരു ആശങ്കയാണ് ഇവിടെ ഇപ്പോൾ കൊല്ലം ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും അടക്കം പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ അനീഷയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ അധികാരത്തിൻ്റെ ഹുങ്ക് എപ്പോഴും ആയുധമാക്കുന്നവർക്ക് സമാശ്വസിക്കാനുള്ള ഒരു അവസരമായി മാറിയേക്കാം. അതുകൂടി ആശങ്കപ്പെടുത്തുന്നതല്ലേ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ? തീർച്ചയായിട്ടും. അപ്പൊ ഇതില് അനീഷയുടെ പരിണിതഹൃദയനായ സഹോദരൻ പറഞ്ഞ ഒരു വാക്ക് നമുക്ക്, അനീഷയെ പോലെ തൊഴിലിടങ്ങളിൽ വലിയ ഭീഷണി നേരിടുന്ന അല്ലെങ്കിൽ വലിയ തരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അവർ ഒരുപക്ഷെ ഇതൊന്നും പുറത്തു പറയാത്തതായിരിക്കാം. സത്യമാണ്. നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്ന് ഇപ്പൊ നേരത്തെ സെൻകുമാർ സാറ് ചോദിക്കുന്നത് ബഹുമാനായ അനിൽ നമ്പ്യാരോട്, നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ കീഴുദ്യോഗസ്ഥരോട് രക്ഷപ്പെടാറില്ലേ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ? സത്യത്തില് നേരത്തെ അഡ്വക്കേറ്റ് ബോറിസ് പോൾ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പോലീസ് മേധാവിയായിരുന്ന അദ്ദേഹം ഇത്തരം സംഭവങ്ങളെ ജനറലൈസ് ചെയ്യുന്നത് കാണുമ്പോൾ ശരിയായിരിക്കാം, അദ്ദേഹം നിരവധി സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ പകലാക്കി പഠിച്ച് നേടിയെടുത്ത ഒരു തൊഴിൽ അവിടെ ആത്മാഭിമാനത്തോടുകൂടി ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ, തന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് കണ്ടപ്പോൾ, ആ പരാതിയുമായി പോകാൻ ഒരു ഇടമില്ല എന്ന് കണ്ടപ്പോൾ, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റാഗ കേസിലടക്കം 2023 വീണ്ടും സുപ്രീം കോടതി ഓഫീസ് ഇറ്റാഗ കേസിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റികൾ കൃത്യമായി രൂപീകരിക്കപ്പെടുന്നില്ല. അങ്ങനെ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടാതെ പോകുന്ന സമയത്ത് ആ നിയമങ്ങൾ വരും കൊള്ളയായി മാറുന്നു എന്ന് സുപ്രീം കോടതി വീണ്ടും ഓർമ്മിപ്പിച്ചിട്ട് ചില ഗൈഡ് ലൈനുകൾ സുപ്രീം കോടതി പുറത്തിറക്കി 2023 ഗോവ സർക്കാരുമായി ബന്ധപ്പെട്ട കേസിൽ. പക്ഷേ ഇവിടെ മരണപ്പെട്ട നമ്മുടെ സഹോദരിക്ക് അവർ നേരിട്ട ദുരനുഭവങ്ങൾ പറയുവാൻ അവിടെ വ്യക്തമായ ചില സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പരിഹാരം ഉണ്ടാവുമായിരുന്നു. അത്തരത്തിൽ ഇപ്പോഴും തൊഴിലിടങ്ങളിൽ നേരിടുന്ന ദുരിതങ്ങൾക്ക്, പീഡനങ്ങൾക്ക് പരിഹാരം കാണുവാനായ കമ്മിറ്റികൾ കൃത്യമായി രൂപീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ICCയുടെയോ LCCയുടെയോ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുകയോ ചെയ്യുന്നില്ല. അത്തരം കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡിസ്ട്രിക്ട് കളക്ടർമാരാണ്. കളക്ടർമാർ ഇത് അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സ്വാഭാവികമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം. പക്ഷെ പറയുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നേരത്തെ ബഹുമാനായ സുരേഷ് സാറിനോട് അനിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യയുടെ എണ്ണം വർദ്ധിക്കുന്നു, ഇത് മാറേണ്ടതല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, സ്വപ്നം കാണുന്നതുകൊണ്ട് അർത്ഥമില്ല. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്തമുള്ളവർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനുദിനം ആവർത്തിക്കുന്നത്. കേരളത്തിലെ ആത്മഹത്യയുടെ എണ്ണം പെരുകുന്നത് എന്തുകൊണ്ടാ? ഇപ്പോ അനീഷ അവിടെ പീഡിപ്പിക്കപ്പെട്ടത് ബഹുമാനായ സെൻകുമാർ സാർ നാരായണമൂർത്തി, ഇൻഫോസിസിന്റെ ബഹുമാനായ നാരായണമൂർത്തി പറഞ്ഞതിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു 72 മണിക്കൂർ ജോലി ചെയ്യണം. ഇവിടെ അനീഷ ജോലി ചെയ്യാതിരിക്കുകയല്ല. അനീഷയുടെ എല്ലാ ഉത്തരവാദിത്വവും കൃത്യമായി നിറവേറ്റിയതിനു ശേഷവും മറ്റൊരാൾ ചെയ്യേണ്ടിയിരുന്ന ജോലി അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതിന്റെ പേരിൽ കോർണർ ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് പരസ്യമായി.
മറ്റ് സഹപ്രവർത്തകരുടെ മുൻപിൽ വെച്ചിട്ട് അവരുടെ കോൺഫിഡൻസ് റിപ്പോർട്ട് പരസ്യമായി വായിച്ചു എന്നാണ് പറയുന്നത്. അതിൽ പരം ഒരു പീഡനം പറയുന്നു. എല്ലാവരും ഒരേ മാനസിക നിലയിലൊന്നും അല്ല. സെൻകുമാർ സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചു, അങ്ങനെ വരുന്നവർ വീട്ടുകാരോട് പറയണം, പറ്റുമെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണണം. എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കൊല്ലത്ത് അഭിഭാഷകർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിച്ചു. ആത്മഹത്യ അതുപോലെയുള്ള ഈ മാനസിക സമ്മർദ്ദങ്ങൾ താങ്ങാനാകാതെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഒരു ട്രെയിനർ വന്നു തിരുവനന്തപുരത്ത്. അദ്ദേഹം 2-2.5 മണിക്കൂർ ക്ലാസ് എടുത്തു. നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അവസാനം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും മാനസിക വിഷമം നേരിട്ടിട്ട് അപ്പൊ എന്നെ വിളിച്ചോളൂ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. അതിലെ 1 മാസത്തിനുള്ളിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇതാണ് അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ഓരോരുത്തരും നേരിടുന്ന അവരുടെ ഓരോരുത്തരുടെയും മാനസിക സമ്മർദ്ദം പലതരത്തിലാണ്. ഇപ്പൊ അനീഷ എന്തുകൊണ്ട് വീട്ടുകാരോട് പറഞ്ഞില്ല എന്നാണ് ചോദിക്കുന്നത്. അനീഷയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്, സുഖമില്ലാത്ത അച്ഛൻ, സുഖമില്ലാത്ത അമ്മ, സുഖമില്ലാത്ത കുഞ്ഞമ്മ, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ അവരുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ കോടതിയിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അവർ അപ്പിയർ ചെയ്യേണ്ടാത്ത ദിവസമായിട്ട് കൂടി ഈ സാക്ഷി വന്ന് ഇത്ര ദൂരെ നിന്ന് വന്നൊരു സാക്ഷിയെ മടക്കി അയക്കുന്നത് മര്യാദയല്ല എന്ന് കണ്ടിട്ട് കോടതിയിൽ പോയി വിസ്തരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത്രത്തോളം തൊഴിലിനോട് ആത്മാർത്ഥത പുലർത്തിയിരുന്നു. അവരെ സഹായിക്കാൻ ആരുമില്ല എന്ന് കാണുന്ന സാഹചര്യത്തിൽ സ്വയം ഇവിടെ നമ്മുടെ ഒരു സംശയം, കാരണം ഈ എല്ലാ കാലത്തും എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഏത് തരത്തിൽ വളർത്തിക്കാം. സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ലേ വിഷയത്തിൽ? സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ ഒരു ജീവനക്കാരി നടത്തിയ ആത്മഹത്യ, അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ CRPC അനുസരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ഇപ്പൊ ഈ അന്വേഷണം നടത്തി ഇതിനകത്തൊരു അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, താങ്കളുടെ ആ കുറ്റപത്രത്തിൽ സോറി ആ. ആ കുറ്റപത്രം പരിശോധിച്ചിട്ട് അതിനെ അപ്രൂവ് ചെയ്ത് കോടതിയിൽ കൊടുക്കേണ്ടത് ആരാ? ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. സെഷൻസ് ഒഫൻസ് ആണെങ്കിൽ ജില്ലാ ഗവൺമെന്റ് പീഡറും, അതല്ല എന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ആ കുറ്റപത്രം പരിശോധിച്ചിട്ട് കുറ്റപത്രം കോടതിയിൽ കൊടുക്കേണ്ടത്, അത് അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ ഒരിക്കലും ന്യായമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ഇവരൊക്കെ തന്നെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും അധികാരം ഉപയോഗിച്ച് ഏത് കാര്യങ്ങളെയും എങ്ങനെയും വളച്ചൊടിക്കാൻ കഴിയുന്നവരാണ്. ഇതില് ബഹുമാനായ അനൂപിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നേരത്തെ ഞങ്ങളുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഒരു സംഘടനയുടെ ഭാരവാഹി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, അനീഷയ്ക്ക് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് കൊല്ലം ബാർ അസോസിയേഷനിലെ മുഴുവൻ അഭിഭാഷകരും, ജില്ലയിലെ മുഴുവൻ അഭിഭാഷകരും കോടതി നടപടികൾ ബഹിഷ്കരിച്ച് അനീഷയ്ക്ക് ജസ്റ്റിസ് ഫോർ അനീഷ എന്ന് പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങി. നാളെ അനീഷയ്ക്ക് നീതി നിഷേധിക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഭാരതീയ അഭിഭാഷക പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ അനീഷയ്ക്ക് നീതി ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് രംഗത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ബഹുമാനായ അനൂപ് യാതൊരു തരത്തിലും സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം അനീഷ ഞങ്ങളുടെ സഹോദരിയായിരുന്നു. ഇനിയൊരു സഹോദരിക്കും അനീഷ ഈ കണ്ണിയിലെ അവസാനത്തെ കണ്ണിയാവണം. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരാളിലേക്ക് ഇത് നീണ്ടുപോകാൻ പാടില്ല എന്ന് നാം വിശ്വസിക്കുന്നു. വളരെയധികം നന്ദി. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, അനീഷ്യമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. സ്വതന്ത്രവും സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണത്തിലൂടെ അനീഷയുടെ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്നും ആശിക്കാം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.